കോൺസെപ്റ്റ് വാസ് സ്ട്രാറ്റജി. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു സംഭവമാണ് എന്താണ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് സ്ട്രാറ്റജി എന്നത്. ലെറ്റ് മീ ബി ക്ലിയർ. അതായത് ഇപ്പോൾ എൻ്റെ സ്ട്രാറ്റജി അതായത് എൻ്റെ സ്ട്രാറ്റജി ഒരിക്കലും ഒരാൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ കണ്ടുവരുന്ന സോഷ്യൽ മീഡിയകളിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ എവിടെ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് എൻക്വയറി ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണെങ്കിലും നമ്മൾ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡിലെ സ്ട്രാറ്റജി ആണെന്നാണ് അല്ലേ. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. സ്ട്രാറ്റജി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സ്ട്രാറ്റജി എന്നല്ല ശരിക്കും പറയേണ്ടത്, കോൺസെപ്റ്റ്. എല്ലാം ഓരോ കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് മീൻസ് നമ്മളൊരു കാര്യം ഡെവലപ്പ് ചെയ്യുന്നു. മേ ബി വർക്ക് ചെയ്യാം, മേ ബി വർക്ക് ചെയ്യാതിരിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഓട്ടോ ഷോയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല ടൈപ്പ് കാറുകൾ കാണാം അല്ലേ. അപ്പോൾ ഈ കാറുകളെല്ലാം ഇൻ ഫ്യൂച്ചർ ആ കമ്പനി പുറത്തിറക്കാം എന്നുള്ളതാണ്. അതായത് കോൺസെപ്റ്റ് കോഴ്സ് ആണ്. അപ്പോൾ എല്ലാം വരണമെന്നില്ല, കുറേയൊക്കെ വരുന്ന ടൈമിൽ ചില മാറ്റങ്ങൾ വരാം. ഇതാണ് പ്യൂർലി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രേഡിങ്ങിലും സെയിം കാര്യം തന്നെ. അതായത് ട്രേഡിംഗ് കോൺസെപ്റ്റുകളാണല്ലോ. ഇപ്പോൾ ICT, SMC, പ്രൈസ് ആക്ഷൻ, ചാർട്ട് പാറ്റേൺസ്, അതുപോലെ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജീസ്, ഇതെല്ലാം ഓരോ കോൺസെപ്റ്റാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ സ്റ്റേജ് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോൺസെപ്റ്റിന് പുറമേ കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, ട്രേഡ് മാനേജ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സൈക്കോളജി ഉണ്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രാറ്റജി ഒരിക്കലും ഒരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പഠിപ്പിക്കുന്ന 10 സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും എൻ്റെ സെയിം റിസൾട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല? കാരണം ഞാൻ യൂസ് ചെയ്യുന്ന റിസ്ക് മാനേജ്മെൻറ്റും എൻ്റെ മൈൻഡ് സെറ്റും ഞാൻ ഒരു ട്രേഡ് എൻ്റർ ആയി കഴിഞ്ഞിട്ട് അതിനെ ട്രെയിൽ ചെയ്യണോ, സ്കെയിൽ ചെയ്യണോ, അല്ലെങ്കിൽ നേരത്തെ എക്സിറ്റ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് പ്യൂർലി എൻ്റെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സ്കില്ലാണ്. അതൊരാൾക്ക് പഠിപ്പിച്ച് തരാനോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസൾട്ട് കിട്ടാം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മറിച്ച് നമ്മുടെ കോൺസെപ്റ്റ് ഒരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ എൻ്റെ മെത്തേഡ്, ഗോൾഡിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇന്ന രീതിയിൽ ഫോം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യും. അപ്പോൾ അത് എനിക്കും മറ്റൊരാൾക്കും അല്ലെങ്കിൽ 10 സ്റ്റുഡൻസിനും സെയിം ആയിരിക്കും. പക്ഷേ എക്സിക്യൂഷൻ പ്ലാനിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എക്സിക്യൂഷൻ കഴിഞ്ഞുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് സ്ലൈറ്റ്ലി ചേഞ്ചസ് വരും. അപ്പം മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സിക്യൂഷൻ വരെ അല്ലെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് വരെ വന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ICT, SMC പോലുള്ള കാര്യങ്ങളെല്ലാം ട്രേഡിംഗ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അത് സ്ട്രാറ്റജി അല്ല. രണ്ടാമത്തെ കേസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫുൾ ഗെയിം പ്ലാൻ എന്താണോ, അതായത് നിങ്ങളൊരു ട്രേഡ് എക്സിക്യൂഷൻ നടത്തി ആ ട്രേഡിനെ എങ്ങനെ എക്സിറ്റ് ആവുന്നു, ആ ട്രേഡിനെ സ്കെയിൽ ചെയ്യണോ, ട്രെയിൽ ചെയ്യണോ, അതായത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യണോ, പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആവണോ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്ലാനാണ് അല്ലെങ്കിൽ ഗെയിം പ്ലാനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഇനിയും ആ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതിരിക്കുക. സ്ട്രാറ്റജിയും കോൺസെപ്റ്റും എൻ്റയർലി ഡിഫറൻ്റ് ആണ്.